സംസ്ഥാനത്തെ ട്രഷറി ഇടപാടുകൾ സ്തംഭിച്ചു. രാവിലെ മുതൽ ഇടപാടുകൾ നടക്കുന്നില്ല. നെറ്റ്വർക്ക് തടസ്സമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. വിജിൻ വായന്തോട് വിശദാംശം നൽകും. വിജിൻ, നെറ്റ്വർക്ക് പ്രശ്നം സാങ്കേതിക തകരാറുകൾ തന്നെയാണോ? ട്രഷറി ഇടപാടുകൾ ഇപ്പോഴും സ്തംഭിച്ചിരിക്കുന്നു. വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, എന്തായാലും ഈ തകരാറ് പരിഹരിക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ രാവിലെ മുതൽ എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ട്രഷറി ഇടപാടുകൾ നിലവിൽ സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകൾ, മറ്റിടപാടുകൾ ഉൾപ്പെടെയുള്ളവ നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് ചർച്ചയാകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഖജനാവ് കാലിയായ വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പുതിയ ഭരണപക്ഷം ഉൾപ്പെടെയുള്ളവർ. അതിനിടയിലാണ് നിലവിൽ ഒരു നെറ്റ്വർക്ക് തകരാറിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു സ്തംഭനം ഉണ്ടായിട്ടുള്ളത് എന്ന് ജീവനക്കാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലും രാവിലെ തന്നെ എത്തിയ ആളുകൾ, ഈ ഇടപാടുകൾക്കായി എത്തിയ ആളുകളെല്ലാം തന്നെ ആ ഇടപാടുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ എന്തായാലും ഉള്ളത്. മറ്റേതെങ്കിലും തരത്തിൽ ഒരു സ്തംഭനത്തിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ളൊരു സ്തംഭനത്തിലേക്ക് പോയതായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനടി തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഒരു നെറ്റ്വർക്ക് പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് അത് കണക്ട് ചെയ്ത എല്ലായിടങ്ങളിലേക്കും ബാധിക്കപ്പെട്ടത് എന്നുള്ളതാണ് തിരുവനന്തപുരത്തു നിന്നും അറിയാൻ കഴിയുന്നത്. അവർ വിശദീകരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണം കൊണ്ടുവന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പെട്ടെന്നൊരു ഒരു സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇടപാടുകാരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ 10 മണി കഴിഞ്ഞത് മുതലാണ് നിലവിൽ ഇങ്ങനെയൊരു നെറ്റ്വർക്ക് തകരാറും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്കും ട്രഷറി ഇടപാടുകൾ മാറിയിരിക്കുന്നത്.